ഇത് ഈ ബാലൻ പറയുന്നതിന് മുൻപ് തന്നെ ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതാണല്ലോ. കാരണം ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് CPM നടത്തുന്നത് എന്ന്. അതിന് ഉദാഹരണമാണല്ലോ മുൻപ് CPM പിന്തുണയുള്ള സ്വതന്ത്രരെ മത്സരിപ്പിച്ച സ്ഥലങ്ങളിൽ പോലും ഇത്തവണ സ്വന്തം ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിൽക്കാൻ തീരുമാനിച്ചത്. അത് CPM-ൽ അംഗത്വം ഇല്ലാത്തവരെ പോലും അങ്ങനെ നിർത്തി മത്സരിപ്പിക്കുകയാണല്ലോ ഇത്തവണ. അതായത് പരമാവധി വോട്ട് ഷെയർ, അത് തോറ്റുപോയാൽ പോലും പരമാവധി വോട്ട് ഷെയർ നേടിയെടുക്കുക. കാരണം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്ക് മാത്രമാണല്ലോ ആ പാർട്ടിയുടെ വോട്ട് ഷെയർ കിട്ടുന്നത്. അത് കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ വ്യക്തമാണ് ഇത് ശ്രമം നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. അപ്പോൾ പരമമായ ലക്ഷ്യം എന്താണെന്ന് CPM ബാലൻ പറയുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷേ, ഈ തെരഞ്ഞെടുപ്പ് CPIM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ പദവി നിലനിർത്തുക എന്നുള്ളതല്ല പ്രധാന ലക്ഷ്യം. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, അതുപോലെ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ പുനഃപരിശോധിക്കപ്പെടണം. അതിന് ഇടതുപക്ഷത്തിനാവുന്ന കരുത്ത് ഉണ്ടായേ മതിയാകും. അത് ഇന്ത്യ മുന്നണിക്കുള്ളിലാണെങ്കിൽ പോലും CPIM-നെ സംബന്ധിച്ചിടത്തോളം പരമാവധി പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് CPM ഏറ്റെടുത്തിരിക്കുന്നത്. ദേശീയ പദവിയെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിലും അതിന്റെ നിലപാടുകളിൽ നിന്ന് വെള്ളം ചേർത്തുകൊണ്ട് ഒരു ഘട്ടത്തിലും CPM അതൊക്കെ വെറുതെയാണ്. ദേശീയ പാർട്ടി പദവി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണല്ലോ CPM-ന്റെ മുകളിൽ ഇരിക്കുന്നവർ. ഡൽഹിയിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ബോധ്യമുള്ളവരാണല്ലോ. CPI-ക്ക് ദേശീയ പദവി നഷ്ടമായിട്ടും അവരുടെ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കാനോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ ആ സൗകര്യങ്ങൾ നിലനിർത്തി പോരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് ഔദാര്യം കൊണ്ട്. അതിന് ഈ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നത് അത് BJP സഹായിക്കും. അങ്ങനെ വേണ്ട എന്നൊന്നും അങ്ങനെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരൊന്നും പറയില്ല. അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കെട്ടി പോകണമെന്നോ ഒന്നും പറയില്ല. അതുകൊണ്ട് ഇപ്പോൾ CPM-ന് നഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു ഔദാര്യമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലിബറലൈസ്ഡ് ആയിട്ട് ഈ പോളിസികളിലൊക്കെ ഒരു മാറ്റം വരും എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഈ 8% ആ ഒരു വ്യവസ്ഥ, അതൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും CPM-ലുണ്ട്. ഞാൻ സംസാരിച്ച പലരും അങ്ങനെ പറഞ്ഞതാണ്. മഞ്ജുഷ, അതങ്ങനെ ഒരു ശതമാനക്കണക്കിന്റെ പ്രശ്നമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് മതേതരത്വം ഏറ്റവും കടുത്ത വെല്ലുവിളികൾ നേരിട്ട ഒരു കാലഘട്ടം കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അടിയന്തരാവസ്ഥയേക്കാൾ അതിഭീകരമായിട്ടുള്ള നാളുകൾ വരാൻ പോകുന്നു ഇന്ത്യക്ക് എന്ന ഭയപ്പാടോടുകൂടി ഇന്ത്യയിലെ ഓരോ പൗരനും ഉറങ്ങേണ്ടി വരുന്ന രാത്രികളാണ് ഇനി വരാൻ പോകുന്നത്. ശരി, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ AK ബാലൻ ഇപ്പോൾ ശരിക്കും ഈ നേരത്തെ ഇവിടെ ശ്രീ ജിൻഡോ പറഞ്ഞ കാര്യമാണ്. AK ബാലൻ ഇത് ആരെയോ ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമായിട്ട് കാണുന്നുവെന്ന്. കാരണം അദ്ദേഹം ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുവാൻ ചില തന്ത്രങ്ങൾ പല സമയത്ത്, ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അത് സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞയാളാണ് AK ബാലൻ. അതുപോലെ തന്നെ എക്സാലോജിക് വിവാദം വന്ന സമയത്ത് തെളിവുകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞയാളാണ് AK ബാലൻ. അതുപോലെ ഇതിനെയും കാണാം. ഇപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇനി ചിലപ്പോൾ ഒക്ടോപ്പസ് ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഈനാം പേജ് ചിഹ്നത്തിലോ ഒക്കെ മത്സരിക്കേണ്ടി വരുമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ അത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പിന്നീട് നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ മിണ്ടാതിരുന്നത്. AK ബാലന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ ഭാഗം പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു നേതാവ് സംസാരിച്ചാൽ ആ രീതിയിലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആ കുഴപ്പത്തിലാണ്, ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ വേറെ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം? പാർട്ടിയുടെ കേഡർമാർ സദാ സജ്ജരാകണം എന്നുള്ളതിന്റെ ആഹ്വാനമാണ് ആ പ്രസംഗത്തിന്റെ കാതൽ എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM ഉന്നം വെക്കുന്നത്? ദേശീയ പദവി എന്നുള്ള പാർട്ടിയുടെ പദവി, ദേശീയ പദവി എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ വാക്ക് മാത്രമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തണം, ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്തണം, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കണം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിക്കണം, അവരെ സംരക്ഷിക്കണം, വ്യതിതരും പീഡിതരുമായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം, കർഷകർക്കൊപ്പം നിൽക്കണം, തൊഴിലാളികൾക്കൊപ്പം നിൽക്കണം. ഇതാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഞങ്ങൾ സഹായിക്കുന്നതും പരസ്പര പൂരിതങ്ങളായി ഈ ബംഗാളിലും ത്രിപുരയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി ചേർന്നു നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ മുഖ്യധാരയിൽ
ഇന്ത്യ മുന്നണിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് ചേർക്കുന്നതിൽ നിർണായക പങ്ക് CPM വഹിച്ചിട്ടുണ്ട്. അത് ജിൻഡോ ഇപ്പൊ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അത് ഇല്ല, ഉന്നതാധികാര സമിതിയിലേക്ക് അംഗത്തെ വിട്ടുകൊടുക്കാതിരുന്ന ഏക പാർട്ടി CPM ആയിരുന്നു. അതിൽ അത് വലിയ നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. നിലപാടുകളുണ്ട് മഞ്ജുഷേ. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അങ്ങ് ഒരു ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്തിൽ ജ്യോതി ബസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ക്ഷണം ലഭിച്ചിരുന്നതാണ്. എന്നാൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനത്തെ തുടർന്ന് ജ്യോതി ബസു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടില്ലെന്ന് പറഞ്ഞത് അന്നത്തെ സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവാൻ അന്ന് ക്ഷണം ലഭിച്ച, അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാൻ ജ്യോതി ബസുവിനും CPM-നും അവസരം ലഭിച്ചിട്ടും ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തെ കാണുന്നത് മറ്റൊരർത്ഥത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വതമേ ഒറ്റയ്ക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗത്വം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടം വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ജനാധിപത്യ പ്രക്രിയയിൽ ഉറച്ചു നിൽക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഭരണഘടനയും പരിപാടിയും. ചരിത്രപരമായ മണ്ടത്തരം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ബാക്കി പത്രമാണല്ലോ ഇതെല്ലാം. കാരണം 1.76% വോട്ട് ഷെയർ പോകുന്നു. ഇപ്പോൾ ദേശീയ പദവിക്ക് വേണ്ടി മറ്റു പാർട്ടികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ ദുർഗതി. അങ്ങനെയല്ല, നമുക്ക് തമിഴ്നാട്ടിലെ സാഹചര്യം പരിശോധിക്കാം. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് CPM പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഉണ്ടായ സംസ്ഥാനമാണ്. ബീഹാറിൽ CPM-ന് നിയമസഭാ അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാജസ്ഥാനിൽ CPM-ന് നിയമസഭാ അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഇവിടെയെല്ലാം CPM നിയമസഭയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ DMK അത് രാഷ്ട്രീയ സഖ്യത്തിന്റെ കൂടി പ്രഖ്യാപനമാണെന്നേ. നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് മറ്റു പാർട്ടികൾ നൽകിയിരിക്കുന്നത്. അങ്ങോട്ട് ഇന്ത്യ സഖ്യത്തെ ഒരു വേള ഈ ഉന്നതാധികാര സമിതിയിലേക്ക് അംഗത്തെയൊക്കെ അയക്കാതെ വിട്ടുനിന്ന CPM-ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷ തന്നെയാണ് സ്റ്റാലിന്റെ കൈയച്ചുള്ള സഹായം ഉണ്ടാകുമെന്ന്. 5 ലക്ഷം വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് ഡിണ്ടിഗൽ മണ്ഡലം നിങ്ങൾക്ക് ജയിക്കാനായി വിട്ടു നൽകിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന കോൺഗ്രസ് രാജസ്ഥാനിൽ അവർ മത്സരിച്ചിരുന്ന സീറ്റ് നിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുകയാണ്. വോട്ട് ഷെയർ കൂട്ടൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ പദവിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. ആവർത്തിച്ചിങ്ങനെ പറയണമെന്നില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തെലങ്കാനയിൽ കിട്ടിയിട്ടുണ്ട്, രാജസ്ഥാനിൽ കിട്ടിയിട്ടുണ്ട്, ബീഹാറിൽ പോലും ആ സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അവിടെയും ചിലപ്പോൾ കിട്ടിയേക്കും. RJD-യുടെയും കോൺഗ്രസിന്റെയും പിന്തുണയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അവിടെ മത്സരിക്കാൻ സീറ്റ് കിട്ടും. ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് ഷെയർ കൂട്ടാം. അല്ല, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം CPM-നും CIT പ്രത്യേകിച്ച് തൊഴിലാളി വിഭാഗത്തിന്, അടിസ്ഥാന തൊഴിലാളി വിഭാഗത്തിൽ CPM-നും CIT-നും നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ബീഹാർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ പരിശോധിച്ചാൽ ബീഹാറിന് നിർണായകമായി തൊഴിലാളി വർഗ നിലപാടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഒരുപക്ഷെ എന്തുകൊണ്ടോ ജാതി രാഷ്ട്രീയത്തിന്റെ ഒരു വ്യതിചലനമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ CPM-ന് വേണ്ടത്ര രീതിയിൽ തങ്ങളുടെ നിലപാട് പ്രചരിപ്പിക്കുന്നതിന് ബീഹാറിൽ ആയിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ CPM നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അത്തരത്തിൽ CPM-ന് ബീഹാറിൽ അത്തരത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ശക്തമായ പാർട്ടി സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ CPM-നെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഒരുപക്ഷെ അത് NDA വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കലാകും എന്നുള്ള ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് CPM അവിടെ മത്സരിക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ, ഞങ്ങൾക്ക് ശേഷി കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുകയും ഒപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന പല മണ്ഡലങ്ങൾ, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വെച്ചുമാറിയതാണ് സിറ്റിംഗ് സീറ്റ്. കോയമ്പത്തൂർ വിട്ടുകൊടുത്തിട്ടാണ് DMK-യിൽ നിന്ന് ഡിണ്ടിഗൽ അവർ നൽകുമ്പോൾ അത് സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോ മോശം സീറ്റ് അല്ല, 5 ലക്ഷം വോട്ടിന് ജയിച്ച സീറ്റാണ്. DMK അത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിച്ചു വരാൻ വേണ്ടി നൽകിയതാണ്. ഞങ്ങൾക്ക് CPM-ന് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ ഞങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് BJP-യിലേക്ക് പൊഴിഞ്ഞു പോകുകയോ നാളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിലാക്കിയാലോ ഞങ്ങളിൽ ഒരാൾ പോലും BJP-യിലേക്ക് എത്തില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ